ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഗായത്രി വില്ലയാണ്. അങ്ങനെ പ്രഭാവതി പറഞ്ഞത് പ്രകാരം ഡോക്ടർ ഗായത്രി വില്ലയിൽ എത്തിയിരിക്കുകയാണ്. എന്നാലും ജാസ്മിൻ്റെ കാര്യം വലിയ കഷ്ടം തന്നെയാ. മണ്ഡപത്തിൽ വെച്ച് എന്തൊക്കെയാ നടന്നത്? അല്ല, അത്രയും പ്രശ്നങ്ങളുണ്ടായിട്ടും ജാസ്മിൻ എങ്ങനെ ഇവിടെ തന്നെ എത്തിയെന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ പ്രഭാവതി പറയുകയാണ്, അത് പിന്നെ ആ കല്യാണത്തിൻ്റെ ശേഷം ജാസ്മിൻ്റെ പപ്പ ഞങ്ങൾക്കെതിരെ ഒരു കേസ് ഫയൽ ചെയ്യാൻ ഒരുങ്ങിയിരുന്നു. ജാസ്മിൻ അതിനെ എതിർത്തപ്പോൾ അദ്ദേഹം ഇവളെ അടിച്ച് പുറത്താക്കി. അപ്പോൾ ഞങ്ങളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. ജാസ്മിൻ വിഷമിക്കണ്ട, എന്താണെങ്കിലും ജാസ്മിൻ്റെ കല്യാണം നടക്കും. അതിനൊക്കെ ഒരു സമയമുണ്ടാകുമല്ലോ എന്ന് ഡോക്ടർ പറയുമ്പോൾ ജാസ്മിൻ പറയുകയാണ്, അതെ, അത് ശരിയാ, എൻ്റെ വിവാഹം ഞാൻ കരുതിയ പോലെ തന്നെ ഞാൻ നടത്തിയെടുത്തിരിക്കും. അതേസമയം പാറുവും പല്ലവിയും കൂടി അങ്ങോട്ടേക്ക് വരുമ്പോൾ പ്രഭാവതി പറയുകയാണ്, ദേ പല്ലവി വന്നല്ലോ ഡോക്ടർ, ഇതാണ് പല്ലവി. അതേസമയം ഇത് കാണുന്ന ജാസ്മിൻ മനസ്സിൽ പറയുകയാണ്, പല്ലവി, ഇന്നത്തോടെ നിന്റെ കള്ളക്കളി പുറത്താകും, അതോടെ നീയും പുറത്ത്. എനിക്ക് ആ കാഴ്ചയാ കാണേണ്ടത്. അത്രയും പറഞ്ഞുകൊണ്ട് ജാസ്മിൻ പുച്ഛത്തോടെ പാറുവിനെ നോക്കുമ്പോൾ ഭയത്തോടെ നിൽക്കുകയാണ് പാറുവും പല്ലവിയും. തുടർന്ന് ജാസ്മിനെ നോക്കിക്കൊണ്ട് പാറു മനസ്സിൽ പറയുകയാണ്, ജാസ്മിൻ, നീ എന്താ മനസ്സിൽ ചിന്തിക്കുന്നത് എന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എന്താണെങ്കിലും നീ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കാനേ പോകുന്നില്ല. അതൊക്കെ എങ്ങനെയാ പൊളിയാൻ പോകുന്നതെന്ന് ഈ പാർവതി കാണിച്ചു തരാം. തുടർന്ന് പല്ലവിയും കൊണ്ട് ഡോക്ടർ മുറിയിലേക്ക് പോകുമ്പോൾ പാറുവും കൂടെ പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ഡോക്ടർ പല്ലവിയെ പരിശോധിക്കുന്നതാണ്. അങ്ങനെ പരിശോധനയ്ക്ക് ശേഷം ഡോക്ടർ ചോദിക്കുകയാണ്, അല്ല, ഈ കുട്ടിക്ക് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ, പ്രഗ്നൻ്റ് ആണെന്ന് നിങ്ങൾ എങ്ങനെയാ കൺഫേം ചെയ്തത്? ഇത് കേൾക്കുന്ന പാറുവും പല്ലവിയും ഞെട്ടലോടെ ഡോക്ടറെ നോക്കുകയാണ്. ഈ കുട്ടി പ്രഗ്നൻ്റ് ഒന്നുമല്ല, ആണെന്ന് ആരാ പറഞ്ഞത്? ഇത് കേൾക്കുന്ന പല്ലവി പറയുകയാണ്, ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു, അത് അബോർഷനായി പോയതാ. കുട്ടി ആരോടാ ഈ കള്ളമൊക്കെ പറയുന്നത്? ഞാനൊരു ഡോക്ടറാണെന്നുള്ള കാര്യമേ കുട്ടി ഓർക്കണം. നിങ്ങൾ രണ്ടാളും എന്തിനാ ഈ നാടകം കളിച്ചതെന്ന് പറയുന്നുണ്ടോ? ഇല്ലെങ്കിലേ ഞാൻ പ്രഭാവതിയെ ഇങ്ങോട്ടേക്ക് വിളിപ്പിക്കും. വേണ്ട ഡോക്ടർ, അമ്മയെ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വിളിക്കണ്ട. അപ്പോൾ ഇതൊരു നാടകം തന്നെ ആയിരുന്നു അല്ലേ? ഡോക്ടർ, ഞാൻ കാര്യം ഡോക്ടറോട് പറയാം. ഡോക്ടർ, ഞങ്ങളെ ഒന്ന് സഹായിക്കണം. നിങ്ങൾ ആദ്യം കാര്യം പറയാൻ ഡോക്ടർ പറയുമ്പോൾ പാറു പറയുകയാണ്, അത് ഡോക്ടർ, എൻ്റെ അനിയത്തിക്ക് വിപിനെ വിവാഹം കഴിക്കാൻ വലിയ ആഗ്രഹമായിരുന്നു. ഈ വിവാഹം നടക്കാൻ വേണ്ടിയാ ഇവൾ ഇങ്ങനെ ഒരു നുണ പറഞ്ഞത്. ഇത് നുണയാണെന്ന് എനിക്കും അറിയാം, വിപിനും അറിയാം. പക്ഷേ ഇവിടെയുള്ള മറ്റുള്ളവരറിഞ്ഞാൽ ഇവരുടെ ജീവിതത്തെ അത് ബാധിക്കും. ഡോക്ടർ, ഈ കാര്യം ആരോടും പറയരുതെന്ന് പാറു പറയുമ്പോൾ ഡോക്ടർ പറയുകയാണ്, ഇല്ല, ഇതെൻ്റെ എത്തിക്സിന് നിരക്കാത്ത കാര്യമാ. ഞാൻ ഈ കാര്യം എല്ലാവരോടും പറയും. ഈ സഹായത്തിന് പകരമായി എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നൊക്കെ പാറു പറയുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാതെ ഡോക്ടർ പുറത്തേക്ക് പോകുന്നു. തുടർന്ന് ഡോക്ടറും പല്ലവിയും പാറുവും കൂടി താഴേക്ക് ചെല്ലുമ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ ഡോക്ടറെ നോക്കുകയാണ്. ഡോക്ടർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പ്രഭാവതിയും ജാസ്മിനും ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുകയാണ്, ഒരു കുഴപ്പവുമില്ല, കുഞ്ഞും പല്ലവിയും ഹെൽത്തിയായി തന്നെ ഇരിക്കുന്നു. ഇത് കേട്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് പ്രഭാവതിയും ജാസ്മിനും. അപ്പോൾ പ്രഭേച്ചി ഒരു മുത്തശ്ശിയാകാൻ പോവുകയാണെന്ന് സുശീല പറയുമ്പോൾ പ്രഭാവതി പറയുകയാണ്, സുശീലേ, നീയും മുത്തശ്ശിയാകാൻ തന്നെയാ പോകുന്നത്. അങ്ങനെ ഡോക്ടർ എല്ലാവരോടും യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ജാസ്മിൻ പാറുവിനോട് പറയുകയാണ്, നീ ആ ഡോക്ടറെ വളച്ചു വശത്താക്കിയല്ലേ? നിന്റെ ഈ കള്ളത്തരമെല്ലാം ഞാനേ വിശാലിന്റെ മുമ്പിൽ കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് വിശാൽ തന്നെയാകും നിന്നെ ഇവിടുന്ന് അടിച്ചു പുറത്താക്കുന്നത്. ഇത് കേൾക്കുന്ന പാറു പറയുകയാണ്, അതെ, നീ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചാലും ഞങ്ങളെ ഇന്ന് രക്ഷിച്ച ഞങ്ങളുടെ ദേവിയുണ്ടല്ലോ, ഞങ്ങളെ എന്നും രക്ഷിക്കുക തന്നെ ചെയ്യും. അത്രയും പറഞ്ഞ് ദേഷ്യത്തോടെ പാറു അകത്തേക്ക് പോകുമ്പോൾ ഞെട്ടലോടെ നിൽക്കുകയാണ് ജാസ്മിൻ. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് പാറുവിനെയാണ്. വിശാൽ സാറിനോട് പല്ലവിയുടെ കാര്യങ്ങൾ എങ്ങനെയും പറയണം, പക്ഷേ എങ്ങനെ പറയും എന്നാലോചിച്ച് ടെൻഷനോടെ പാറു നിൽക്കുമ്പോൾ കയ്യിൽ കുറേ മുല്ലപ്പൂവുമായിട്ട് വിശാൽ അങ്ങോട്ടേക്ക് വരികയാണ്. താൻ എന്നോട് കള്ളം പറയാറുണ്ടല്ലേ എന്ന് വിശാൽ ചോദിക്കുമ്പോൾ ഇത് കേട്ട് പരിഭ്രാന്തിയോടെ നിൽക്കുകയാണ് പാറു. അത് പിന്നെ സാർ, ഇന്നിവിടെ ദർശൻ ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ഡോക്ടർ എന്നോട് എല്ലാം പറഞ്ഞു. പല്ലവിയും അവളുടെ കുഞ്ഞും സുഖമായിരിക്കുന്നെന്നും ഡോക്ടർ എന്നോട് പറഞ്ഞു. പക്ഷേ താനെന്താ തൻ്റെ കാര്യമൊന്നും ഡോക്ടറോട് ചോദിക്കാഞ്ഞത്? അത് പിന്നെ ഞാൻ മറന്നുപോയെന്ന് പാറു പറയുമ്പോൾ വിശാൽ പറയുകയാണ്, പറഞ്ഞിരുന്നെങ്കിൽ ഡോക്ടർ ഇന്ന് തന്നെയും പരിശോധിക്കില്ലായിരുന്നോ? എന്തായാലും ഓഫീസിൽ നിന്ന് വരുന്ന വഴിക്ക് ഞാൻ ഡോക്ടറെ കണ്ടത് നന്നായി. കാര്യങ്ങളെല്ലാം ഞാൻ വിശദമായി ചോദിച്ചു മനസ്സിലാക്കിയിട്ടാ വന്നത്. ഇപ്പോൾ താനൊന്ന് തിരിഞ്ഞു നിന്നേ എന്ന് പറഞ്ഞുകൊണ്ട് വിശാല് പാറുവിന്റെ തലയിൽ മുല്ലപ്പൂ ചൂടിക്കാൻ ഒരുങ്ങുകയാണ്. അതേസമയം അങ്ങോട്ടേക്ക് സുശീല വന്നിട്ട് പറയുകയാണ്, വിശാൽ, നീ പെട്ടെന്ന് എൻ്റെ ഒപ്പം വരണം. ജാസ്മിൻ മുറിയിൽ കയറി കഥകടച്ചിരിക്കാൻ തുടങ്ങിയിട്ട് കുറെ സമയമായി. അനക്കവുമില്ല, എനിക്കാകെ പേടി തോന്നുന്നു. ഇനി അവൾ എന്തെങ്കിലും അബദ്ധമോ മറ്റോ. അങ്ങനെ വിശാലും പാറുവും കൂടി ഓടിച്ചെന്ന് വിശാല കഥകി തട്ടുമ്പോൾ ജാസ്മിൻ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. എന്താ ജാസ്മിൻ, നിനക്ക് എന്ത് പറ്റിയെന്ന് വിശാൽ ചോദിക്കുമ്പോൾ
അത് പിന്നെ പപ്പയ്ക്ക് ചെറിയൊരു ആക്സിഡന്റ് പറ്റിയെന്നും ഇതിന്റെ വിഷമത്തിലാണെന്നുമൊക്കെ ജാസ്മിൻ പറയുമ്പോൾ ജാസ്മിനെ നിർബന്ധിച്ച് ആഹാരം കഴിക്കാനായി കൊണ്ടുവരികയാണ് വിശാൽ. തുടർന്ന് തനിക്ക് ആഹാരം വേണ്ടെന്ന് ജാസ്മിൻ പറയുമ്പോൾ ജാസ്മിന് വിശാല് ആഹാരം വാരി കൊടുക്കുന്നു. ഇത് കാണുന്ന പാറു ദേഷ്യത്തോടെ നിൽക്കുമ്പോൾ ഗാർഗി അവിടെ നിന്ന് ജാസ്മിനെ തന്നെ നോക്കുകയാണ്. പെട്ടെന്ന് വിശാല് വാരിത്തരുന്ന ആഹാരം ഇറക്കാൻ സാധിക്കാതെ എല്ലാവരെയും ദയനീയമായി നോക്കുകയാണ്. ജാസ്മിൻ കണ്ട് സന്തോഷത്തോടെ നിൽക്കുന്ന ഗാർഗിയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.